എല്ലാവരും മുസ്ലിം ലോകം ഇങ്ങനെ മൗലിദ് ആഘോഷം കൂടി വരികയാണ്, എതിർപ്പുണ്ടെങ്കിലും കൂടിയിട്ട്. അപ്പോൾ ഇതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാത്തത് നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ദീനീപരമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മദ്രസ സിലബസുകളൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ, 1, 2, 3 ക്ലാസ്സും സഹാബത്ത് +2 ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നു. അത് ഭൗതികമായ സംവിധാനങ്ങളാണെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതുപോലെ റസൂലുള്ളാഹിന്റെ കാലത്ത് നഹ്വിൻ്റെ കിതാബുകളില്ല. അതുപോലെ റസൂലുള്ളാഹിന്റെ കാലത്ത് നമ്മളെ പള്ളി ഇതുപോലത്തെ പള്ളിയില്ല. പള്ളി ഓലപ്പുഴ ഉണ്ട് നിങ്ങൾ പറഞ്ഞു, പക്ഷേ പള്ളിൻ്റെ മുനഹാരങ്ങളൊന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ. നമ്മൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് മുനഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ബിദ്അത്തായിട്ട് വരും അങ്ങനെ വരുമ്പോൾ. അതുപോലെ പള്ളി മുജാഹിദിന് പള്ളിക്കും മുനഹാരമുണ്ട്, സുന്നിന്റെ പള്ളിക്കും മുനഹാരങ്ങളുണ്ട്. അത് ബിദ്അത്താണെങ്കിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ നമ്മളിപ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇത് ദേശത്തിനും നമ്മളെ സൗകര്യത്തിനനുസരിച്ച് ധരിക്കുക. പക്ഷേ റസൂലുള്ള ഫാൻ്റെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അത് ബിദ്അത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാൻ്റെ കൊടുക്കാനും പറ്റില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും ബിദ്അത്താണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയത്, ഞാൻ മനസ്സിലാക്കിയ പാഠം, ബിദ്അത്ത് നല്ല ബിദ്അത്തുണ്ട്, ചീത്ത ബിദ്അത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ നല്ല ബിദ്അത്തിൽ മൗലിദാഘോഷം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ വെറുതെ വിട്ടുകൂടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് മൗലിദാഘോഷം നമുക്ക് നല്ല ബിദ്അത്ത്, അതായത് അതിൽ ഹറാമൊന്നും ഇല്ലെങ്കിൽ റസൂലുള്ളാഹി മദ് പറയുന്നു. കഅബ് ഇബ്നു സുഹൈർ പാടി, ഹസ്സാൻ ഇബ്നു സാബിത്ത് പാടി, സഹാബത്തുൽ കിറാമൊക്കെ റസൂലുള്ളാഹിനെ മദ് ചെയ്തു. ഒരു സമയത്ത് ഞാൻ ചരിത്രത്തിൽ കേട്ടതാണ്, മഹാന്മാരായ സഹാബത്ത് ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നു സദസ്സിലേക്ക്. അപ്പം പറഞ്ഞു റസൂലുള്ളാഹി, ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയോ? ഞാൻ അഷ്റഫുൽ ഖൽഖാണ്, ഞാൻ എല്ലാ നബിമാരുടെയും നേതാവാണ്. എന്നെ നിങ്ങൾ ശരിക്കും അറിയുമായിരുന്നെങ്കിൽ എൻ്റെ മദ് നിങ്ങൾ ചെയ്യുമായിരുന്നു എന്നൊരു ഹദീസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റഹ്മത്തുൽ ആലമീൻ റസൂൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, മറ്റൊരു ഖുർആൻ പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിദാലിക ഫൽയഫ്റഹു വ ഖൈറും മിമ്മാ യജ്മഊൻ. അതിനുവേണ്ടി നിങ്ങൾ റഹ്മത്തിന്റെ വിഷയത്തിൽ റസൂൽ റഹ്മത്താണെങ്കിൽ, റഹ്മത്തായവർക്ക് എല്ലാവർക്കും ഉള്ളതല്ല റസൂൽ റഹ്മത്തായിട്ട്, ചിലർക്ക് റഹ്മത്തായിട്ട് ഇപ്പോൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തവർക്കും ഇസ്ലാമിനെ പറ്റി അറിയാത്തവർക്കും റസൂൽ റഹ്മത്താവില്ലല്ലോ. കാരണം ഓൽക്കത് മനസ്സിലായിട്ടില്ല. റഹ്മത്താണ് റഹ്മത്തുൽ ആലമീനൊക്കെ, മനസ്സിലായവർക്കാണ് സന്തോഷമുള്ളൂ, ഹുബുള്ളവർക്കേ സന്തോഷമുള്ളൂ. ഹുബില്ലാത്തവരോട് പിന്നെ നമ്മൾ ഇത് വെറുതെ മൗലിദ് ആഘോഷിക്കണം നമ്മൾ പറയാൻ പാടില്ല. ഉള്ളവരോട് അത് പറയും വേണ്ട. സ്നേഹം, ബാബ ദുബായിൽ വരുമ്പോൾ ഇത്ര അളവിൽ തുള്ളിച്ചാടണമെന്ന് ഇപ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. എന്നതുപോലെയാണ് സ്നേഹമുള്ളവർ അത് ആഘോഷിക്കട്ടെ, സ്നേഹം ഉണ്ടാവാത്തവർ സലാത്ത് ചൊല്ലിയിട്ട് സ്നേഹം വർദ്ധിപ്പിക്കട്ടെ. അതുപോലെ ഈ ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് ഖുർആൻ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടണമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് കൂടേണ്ടതെന്നും അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. കാരണം റഹ്മത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടാൻ അല്ലാഹു പറയുന്നുണ്ട്. അത് ഇനി റബീഉൽ അവ്വലല്ല, സഫറിലായാലും റബീഉൽ ആഖിറിലായാലും റമദാനുൽ ആഖിറിലായാലും ഒക്കെ നമ്മൾ ഒരുമിച്ച് കൂടണം. അത് ചിലപ്പോൾ ഈദാണ് പെരുന്നാളാണെന്ന് പറയും, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ അങ്ങനെ ആക്കാം. അന്നത്തെ ദിവസമാണ് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ വരുമ്പോൾ മറ്റൊരു നിങ്ങൾ പറഞ്ഞ് തമാ അത്രത്തിൻ നസാറ എന്നൊരു വാക്ക് പറഞ്ഞല്ലോ. ഈ ഈസാ നബിനെ നിങ്ങൾ ആഘോഷിച്ചതുപോലെ എന്നെ ആഘോഷിക്കരുതെന്ന് റസൂൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള സുന്നികൾ ഒരിക്കലും ഈസാ നബിനെ കാണുന്നത് പോലെയാണ് ഇവിടെയുള്ള സുന്നികളൊക്കെ മുഹമ്മദ് നബിനെ കാണുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, ഒരിക്കലും അല്ല. കാരണം ഈസാ നബിനെ ക്രിസ്ത്യാനികൾ കണ്ടത് ദൈവത്തിന്റെ പുത്രനായിട്ടാണ്. നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു പോയിന്റാ. ദൈവത്തിന്റെ പുത്രനെ പോലെ നിങ്ങൾ മുഹമ്മദ് നബിയെ എന്നെ നിങ്ങൾ കാണരുത് എന്നാണ് റസൂൽ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഈസാ നബിനെ ആരാധിച്ചതുപോലെ ആരാധിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ബിദ്അത്തൊക്കെ ഇത് ബിദ്അത്താണ്, ഇത് ശിർക്കാണ്. ശിർക്കിന്റെ നമ്മൾ വിഷയം ഇവിടെ എടുക്കണ്ട. ശിർക്ക് ഇപ്പം നമ്മൾ പറയണ്ട, കാരണം അത് നമ്മളെ വിഷയം സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് അത് പറയണ്ട. അത് നമുക്ക് വേറെ അവസരത്തിൽ വേണമെങ്കിൽ ചർച്ചയ്ക്ക് വെക്കാം. പക്ഷേ ഇവിടെ ഈ ശിർക്ക് ഒക്കെ ഹറാം എന്നൊക്കെ നിങ്ങൾ പറയുന്നതിൽ കൂടെ വരുന്നുണ്ട്, മൗലിദിന്റെ ആഘോഷത്തിന്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ നല്ലൊരു ദിവസം എന്ന് പറയാൻ കാരണം റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞു ഒരു ഭാഗത്ത് ഖൈറും മിമ്മാ യജ്മഊൻ എന്ന് പറഞ്ഞു ഖുർആൻ, ഒരു ഭാഗത്ത് സഹാബത്തിനൊക്കെ സൗകര്യം, അസ്ഹാബിന് സാബിത്ത് എന്നവർക്ക് മദ് പറയാൻ വേണ്ടി മദ് പാടാൻ വേണ്ടി റസൂലുള്ളാഹി പീഠം നിർമ്മിച്ചു മദീന പള്ളിയിൽ എന്ന് പറയും. ആയിക്കോട്ടെ, ക്ലിയറായി. അപ്പൊ ഏതായാലും നല്ല ബിദ്അത്ത് എന്ന നിലക്ക് വില വിട്ടിടുക. നമ്മൾ പിടിച്ചിരിക്കുന്നില്ല, ഒരിക്കൽ എന്തും ചെയ്യാം, ഇന്ത്യ രാജ്യമല്ലേ, സ്വാതന്ത്ര്യമുണ്ട്, ഒരാൾക്ക് എന്തും ചെയ്യാം, പിടിച്ചിരിക്കുന്ന കാര്യമില്ല. പക്ഷെ നല്ല ബിദ്അത്ത് എന്നിട്ട് നിൽക്കുന്നില്ല. നല്ല ബിദ്അത്ത് മതത്തിലില്ല, ഭാഷയിലേ ഉള്ളൂ. ഭാഷാപരമായി നബിയുടെ കാലത്തില്ലാത്ത എല്ലാത്തിനും ബിദ്അത്ത് എന്ന് പറയാം. നബിന്റെ കാലത്തില്ലാത്ത എല്ലാ മൈക്ക് നബിയുടെ കാലത്തില്ല, ബിദ്അത്ത് ഭാഷാപരമായി പറയാം. നബിയുടെ കാലത്ത് പ്രസംഗപീഠമില്ല, ബിദ്അത്ത് എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞ പോലെ മിനാരമില്ല, ബിദ്അത്ത് എന്ന് പറയാം. അത് ഭാഷാപരമായിട്ടാണ്. ശർഈയായി നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന ഒന്നില്ല. കുല്ലു ബിദ്അത്തിൻ ളലാല. നിങ്ങൾ കേൾക്കി കുറേ പറഞ്ഞില്ലേ? അത് ഞാൻ പറയുമ്പോൾ ക്ലിയറാവുന്നു. അത് നിങ്ങളെ വക, അതാരും പറഞ്ഞിട്ടില്ല. എന്താ സഹോദരങ്ങൾ, നിങ്ങൾ ഇരിക്കി 5 മിനിറ്റ് പറഞ്ഞല്ലോ,
ഒരു 5 മിനിറ്റ് കേക്ക് ആയിക്കോട്ടെ. കുല്ലു ബിദഅത്തുൻ വല എല്ലാ ദലാലത്തും ബിദഅത്താണെന്നോ? അപ്പൊ നബി എന്താ നമ്മളെ മലയാളം ഇട്ടത്? അപ്പൊ ഞാൻ ഖബർ എവിടെ? അല്ല അതിന് ഖബർ എവിടെ? അപ്പോ ഇല്ലാന്ന്. അപ്പൊ അസുഖം പാരാണ്. കുല്ല് പറഞ്ഞാൽ വേറുണ്ടാവോ? ഇനി നിർത്തി. ആയിക്കോട്ടെ ഇനി മതി മനസ്സിലായി. അപ്പൊ കുല്ലു ബിദഅത്തിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ബിദഅത്തും എന്നാണോ? അതല്ല, എല്ലാ ബിദഅത്തും നല്ലതല്ല, പിന്നെ ദലാലത്ത് അല്ല എന്നോ നമ്മൾ വെക്കുക. കുല്ലു ബിദഅത്തിൻ ദലാല എന്ന് ഹദീസിൽ വന്നു. നിങ്ങൾ പറഞ്ഞ ഹസനത്തായ ബിദഅത്ത് ഉണ്ട്. അപ്പൊ കുല്ലു ബിദഅത്തിൻ ദലാല എന്നാൽ എല്ലാ ബിദഅത്തും ദലാലത്ത് അല്ല എന്ന് അർത്ഥം വെക്കണ്ടേ? എല്ലാ ബിദഅത്തും ദലാലത്ത് അല്ല അർത്ഥം വെക്കണ്ടേ? അങ്ങനെ കിട്ടും അർത്ഥം. കുല്ലു ബിദഅത്തിൻ എല്ലാ ബിദഅത്തും ദലാലത്താകുന്നു. വ്യക്തമായി പറഞ്ഞു. നബി ഞങ്ങൾ 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ്. നമുക്ക് സ്വീകരിക്കാതിരിക്കാം, അത് നമ്മുടെ ഇഷ്ടം. 1000 തവണയെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണത്. കുല്ലു ബിദ്അത്തിൻ ദലാല. നബി ഞങ്ങൾ എപ്പ പ്രസംഗിച്ചാലും എപ്പ ഉപദേശം നൽകിയാൽ കാന ഇദാ ഖതബ യഖൂൽ, നബി ഞങ്ങൾ ഖുത്ബ നിർവഹിച്ചാൽ പ്രസംഗിച്ചാൽ നബി ഞങ്ങൾ പറയുമായിരുന്നു എന്നാണ് സ്വഹാബിമാർ അതേക്കുറിച്ച് പറഞ്ഞത്. 1000 പ്രാവശ്യം നബി ഞങ്ങൾ പറയാ കുല്ലു ബിദ്അത്തിൻ ദലാല. നമ്മൾ പറയാ നല്ല ബിദ്അത്തുണ്ട്, അവിടെ എല്ലാ ബിദ്അത്തും ദലാലത്ത് പറയാൻ പറ്റൂല. അപ്പൊ നബിക്ക് തെറ്റിയതാണോ ഈ പറഞ്ഞ അർത്ഥം? നഅൂദുബില്ല, അതില്ല. 2, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയത്ത് ഒരുമിച്ച് കൂടണം എന്ന ആയത്തിലില്ല. ഹുവ ഖൈറും മിമ്മാ യജ്മഊന, ഒരുമിച്ച് കൂടണം എന്നല്ല അർത്ഥം. അങ്ങനെ സ്വന്തമായ അർത്ഥം ഒരുപക്ഷെ അങ്ങനെ വിചാരിച്ചതായിരിക്കാം. നബി ഞങ്ങൾ റഹ്മത്താണ്, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം അല്ലാഹ് പറഞ്ഞു. ഈ ആയത്ത് അല്ലാഹ് ഇറക്കിയതായിരിക്കാം നബിക്കാണല്ലോ. നബീനെ ആയത്ത് ആദ്യം കേട്ടത് ആരാ? സ്വഹാബത്താണല്ലോ. അല്ലാതെ അന്നൊന്നുമില്ലാതെ എപ്പം അങ്ങോട്ട് പൊന്തിയ ആയത്തൊന്നല്ലോ ഇപ്പത്. നബി റഹ്മത്താണെന്നും റഹ്മത്തോട് സന്തോഷിക്കാമെന്ന ആയത്തുണ്ടായിട്ട് ആ ആയത്ത് ഇറങ്ങിയ ശേഷം നബിതങ്ങൾ കൊല്ലങ്ങൾ ജീവിച്ചിട്ട് നബിതങ്ങൾ ആ ആയത്ത് പ്രകാരം എന്താണ് സന്തോഷിച്ച് കാണിച്ചത്? അത് നമ്മൾ നേരത്തെ പറയാം. 23 റബീഉൽ അവ്വൽ നബിതങ്ങൾ ജീവിച്ചു. ഈ ആയത്ത് കിട്ടിയ ശേഷം ഒരിക്കലെങ്കിലും നബിതങ്ങൾ ഈ ആയത്ത് പ്രകാരം അങ്ങനെ ചെയ്ത് കാണിച്ചോ? ഒരു ജന്മദിനാഘോഷം ഇല്ലല്ലോ. നബിയിലെ സ്വഹാബിമാരല്ലേ ഈ ആയത്ത് കേട്ടത്? ഏത് സ്വഹാബിയാണ് ഈ ആയത്ത് ഒഴിവാക്കിക്കൊണ്ട് നബിദിനം ആഘോഷിച്ചത്? സ്വഹാബത്തുൽ താബിഈങ്ങളല്ലേ ഈ ആയത്ത് കേട്ടത്? ഏത് താബിഈയാണ് ഈ ആയത്ത് ഒഴിവാക്കിക്കൊണ്ട് നബിദിനം ആഘോഷിച്ചത്? അപ്പൊ സ്വഹാബികളും താബിഈകളും ഈ ആയത്ത് കൊണ്ട് അമൽ ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരുമോ? അത് ഉണ്ടാവുകയില്ല. ഹുവ ഖൈറും മിമ്മാ യജ്മഊന, നിങ്ങൾക്ക് അപ്പോൾ ഒരുമിച്ച് കൂടണം എന്നല്ല അർത്ഥം. നിങ്ങൾ ദുനിയാവിന്റെ സമ്പത്തുക്കൾ സുഖ സൗകര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾ ശേഖരിച്ചു കൂട്ടിയാലും അതിനേക്കാളെല്ലാം നിങ്ങൾക്ക് ഖൈറായത് ഈ ഫർഹാണ് എന്നാണ്. അല്ലാതെ ആലോചിച്ചു കൂടുന്നതല്ല. അതെന്താ? ആ ഫർഹ് ഉണ്ടാവും. അവിടെ റഹ്മത്ത്, ഒരുപാട് റഹ്മത്തുണ്ട്. മഴ റഹ്മത്താണ്, നബി റഹ്മത്താണ്, ഖുർആൻ റഹ്മത്താണ്, ഹിദായത്ത് റഹ്മത്താണ്, ഇസ്ലാം റഹ്മത്താണ്. ഇതൊക്കെ ഈ ആയത്തിന് തഫ്സീറിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. അതുകൊണ്ട് മഴന്റെ ആഘോഷം എല്ലാ കൊല്ലം നടത്തിയാലോ പറ്റുമോ? ഹിദായത്ത് കിട്ടി, അതിന് ആഘോഷം എല്ലാ കൊല്ലം പറ്റുമോ? ഒരാൾ മുസ്ലിമായി എല്ലാ കൊല്ലം ആ ദിവസം വരുമ്പോൾ ആഘോഷം ഹുവ ഖൈറും മിമ്മാ യജ്മഊന ഖുർആനിലുണ്ടല്ലോ. അവിടെ ഞാൻ മുസ്ലിം ആ ദിവസം എല്ലാ കൊല്ലം ആഘോഷിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നമ്മൾ എങ്ങനെ പറയും? വിശുദ്ധ ഖുർആൻ റഹ്മത്താണ്. അതുകൊണ്ട് ഖുർആൻ വെച്ചിട്ട് ഖുർആന്റെ ഒരു ആഘോഷം ഉണ്ടാവുമോ? അപ്പൊ നമ്മളവ അർത്ഥം വെക്കുമ്പോൾ അതൊക്കെ ന്യായമായി മാറും. എന്താണെങ്കിലും ശരി, മതത്തിൽ നല്ല ബിദ്അത്തില്ല. മതത്തിൽ കുല്ലു ബിദ്അത്തിൻ ദലാല. 1000 തവണയെങ്കിലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് എല്ലാ ബിദ്അത്തും ദലാലത്താണ്. ഇനി കേട്ട സ്വഹാബിമാര് പറഞ്ഞു, ഇബ്നു മസ്ഊദ് പറഞ്ഞു വകുല്ലു ബിദ്അത്തിൻ ദലാല വഇൻ റആഹ الناس ഹസന. ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബിയുടെ വാക്ക്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. വഇൻ റആഹ الناس ഹസന, ജനങ്ങൾ അത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരിയാണ്. ജനങ്ങൾ നല്ലത് എന്ന് അഭിപ്രായപ്പെട്ടാലും ശരി, എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു. മതത്തിൽ നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന ഒന്നില്ല. ഭാഷാപരമായി പണ്ടില്ലാത്ത ഒന്ന് ഇന്നുണ്ടായാൽ അതിന് ബിദ്അത്ത്. ഇന്നില്ലാത്ത നാളെ ഉണ്ടായി എന്ന് വിചാരിക്കാം. ഇപ്പൊ പാലത്തിന് പഴയ പാലം പോയി പുതിയ പാലം വന്നു, അത് ബിദ്അത്താണ് ഭാഷാപരമായിട്ട്. അത്രേ അതിനർത്ഥമുള്ളൂ. ആ നിലക്ക് നല്ല ബിദ്അത്ത് പലതും ഉണ്ടാകാം. എന്നാൽ മതത്തിൽ അതില്ല. ഇന്ന് സഹോദരൻ നിങ്ങൾ പറഞ്ഞല്ലോ ശിർക്കൊക്കെ അവിടെ കെട്ടെ, അത് നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തെല്ലാം പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് CM അടവിട്ട് അതവിടെ കിട്ടാൻ പറ്റുമോ? തൃപ്പനച്ചി പോയിക്കാണ്ട് ആ ഖബറിനോട് അങ്ങോട്ട് നടന്നാൽ ഹജ്ജും ഉംറയും ചെയ്ത കൂലിട്ടും തവാഫ് ചെയ്ത കൂലിട്ടും സഅയ് ചെയ്ത കൂലിട്ടും എന്ന് എഴുതി വെച്ചിട്ട് അത് പടം നിൽക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? നബിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ കഴിയാം? കീശയിൽ തൃപ്പനച്ചിയിൽ കൊടിമരത്തുമ്പോൾ ചുറ്റിയാൽ തവാഫ് ചെയ്ത കൂലി, ആ 2 മരത്തിൽ അങ്ങോട്ട് കൊണ്ട് നടന്നാൽ സഅയ് ചെയ്ത കൂലി, ഹജ്ജ് ചെയ്ത കൂലി. അപ്പൊ മറ്റേ ഉസ്താദായ 10 ഹജ്ജ് ചെയ്ത കൂലിയാണ്. കാസിമി വന്ന് 10 ഹജ്ജ് ചെയ്ത കൂലിട്ടുന്നതാണ്.
ഇങ്ങനെ എന്തെല്ലാം. പട്ടിക്കാട് സമ്മേളനത്തിൽ പോയാൽ ഒരു കൊല്ലത്തെ ദോഷം മുഴുവൻ പൊറുക്കും. ഇതൊക്കെ അവിടെ കേട്ടാൻ പറ്റാ? അപ്പൊ അതൊന്നും നിർത്താൻ പറ്റൂല. ഇതൊക്കെ വലിയ ഗൗരവമാണ്. അവിടെ നബിയെ സ്നേഹിക്കുന്ന വിശ്വാസി അനിവാര്യമായും ചെയ്യേണ്ടത് അല്ലാഹും റസൂലും എന്താണോ മതമായി പഠിപ്പിച്ചത് അത് മാത്രം മതമായി സ്വീകരിക്കുക. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കുണ്ട്, ഫമാലം യകുൻ യൗമഇദിൻ ദീന ഫലാ യകുനുൽ യൗമ ദീന. അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുക ഇല്ല. നബിതങ്ങൾ ഇവിടെ നമ്മളെ ഏൽപ്പിച്ച് ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ എന്താണോ ദീന് അത് മാത്രമാണ് ഖിയാമത്ത് വരെയും ദീന്. അന്ന് ദീനല്ലാത്ത ഒന്ന് ഫലാ യകൂനുൽ യൗമ ദീന, ഇന്ന് ദീനാവുക ഇല്ല. ഒന്ന് രണ്ട് സംഭവം കൂടി പറയാം. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പ്രഗത്ഭനായ പണ്ഡിതൻ, മദീനയിലെ ഇമാം, അദ്ദേഹത്തിന്റെ പള്ളിയിൽ, മദീന പള്ളിയിൽ അദ്ദേഹം ദർസ് നടത്താറുണ്ട്. അവിടെ ഒരാൾ വന്ന് ഇമാം മാലിക്കിനോട് ചോദിക്കുന്നു, ഞാൻ മക്കയിലേക്ക് പോവുകയാണ്, എവിടെ നിന്നാണ് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, മീഖാത്ത് അല്ലദീ വഖത്തഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ നിശ്ചയിച്ച മീഖാത്തുണ്ട്, ആ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്തോ. ഈ മനുഷ്യൻ ചോദിച്ചു, ഞാൻ മദീന പള്ളിയിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്ത് പോകുന്നു, അതാണ് എൻ്റെ ഉദ്ദേശം. മദീന പള്ളിയിൽ നിന്ന് കുറച്ചുകൂടെ പോയിട്ടാണ് മദീനക്കാരെ മീഖാത്ത് ദുൽഹുലൈഫ അബിയാറു അലി. അങ്ങോട്ട് എത്തും മുമ്പ് തന്നെ മദീന പള്ളിയിൽ തന്നെ ഞാൻ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇമാം മാലിക് പറഞ്ഞു, അഖാഫു അലൈക്കൽ ഫിത്ന, ഞാൻ നിനക്ക് ഫിത്ന ഭയപ്പെടുന്നു, ഞാൻ നിനക്ക് ഫിത്ന ഭയപ്പെടുന്നു. ഈ മനുഷ്യൻ ചോദിച്ചു, അയ്യു ഫിത്ന ഫീ സിയാദത്തിൽ ഖൈർ, ഒരു നല്ല കാര്യം കുറച്ച് അധികം ചെയ്താൽ എന്താ ഫിത്ന ഉള്ളത്? അവിടുന്ന് ഇഹ്റാം ചെയ്യാൻ പറഞ്ഞത്, ഇവിടുന്ന് ഇഹ്റാം ചെയ്തു പോകുന്നു. ഒരു നല്ല കാര്യം കുറച്ച് അധികം ചെയ്തു. വ ഇന്നമാ ഹിയ അംയാലുൻ അസീദുഹാ, ഏതാനും മൈലുകൾ അധികമായി ഞാൻ ഇഹ്റാമിൽ പോയാൽ എന്താ ഫിത്ന ഉള്ളത്? ഇമാം മാലിക് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ഒരു സ്ഥലം നിശ്ചയിച്ചു തരാം, ഇത് നീ പറയാ അതേക്കാളും ഖൈർ ഇപ്പുറത്തും ചെയ്തു പോവുകയാണ്, ഇതിലും വലിയ ഫിത്ന വേറെന്താ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആയത്ത് ഓതി കൊടുത്തു, ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന. നബി തങ്ങളുടെ കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നവർ പേടിച്ചുകൊള്ളട്ടെ, അവരെ ഫിത്ന ബാധിക്കുമെന്ന്. ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ അവരെ ബാധിക്കുമെന്ന് പേടിക്കട്ടെ എന്ന ആയത്ത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഓതി കൊടുക്കുകയാണ്. സമാനമായ ധാരാളം സംഭവങ്ങൾ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിസ്കരിച്ച ഒരാൾ ഇങ്ങനെ സലാം വിട്ടേഷൻ നേരം കണ്ട് വന്നു അദ്ദേഹത്തേക്ക് വലതു ഭാഗത്തൂടെ വന്നപ്പോൾ ഇവനെ വിളിച്ചു, എന്താ ചെയ്തിട്ടുള്ളൂ ചോദിച്ചു. ഒന്നല്ല, നിങ്ങളെ കണ്ടപ്പോൾ പോന്നാ എന്നാ കുഴപ്പമില്ല. ഈ ഭാഗത്തൂടെ വന്നാൽ പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചതാണെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇബ്നു ഉമർ ആ ചോദ്യം ഇവിടെ ചോദിച്ചത്. ഒരുപാട് സംഭവങ്ങൾ സ്വഹാബത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ വാശിയും അതേപോലെ ജയിക്കാനുള്ള മനസ്സൊന്നല്ല നമുക്ക് വേണ്ടത്. എൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത്, എൻ്റെ ഹബീബ് എന്താണോ പഠിപ്പിച്ചത്, എനിക്കത് മതി. ഞാൻ ഷഹാദത്ത് പ്രഖ്യാപിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചവരാണ്. ആ ഷഹാദത്തോട് ഞാൻ നീതി പാലിക്കുന്നു. അല്ലാഹ് മാത്രമേ എനിക്ക് ഇലാഹുള്ളൂ. എനിക്ക് എൻ്റെ ഇലാഹ്, എൻ്റെ പ്രാർത്ഥന, എൻ്റെ സഹായാർത്ഥന എൻ്റെ റബ്ബിനോട് മാത്രം. എൻ്റെ പടച്ചത് എൻ്റെ റബ്ബ് മാത്രം, ലോകം നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബ് മാത്രം. അല്ലാതെ ഒരു മടവൂരും ഒരാളും തന്നെ ഇവിടെ ലോകം നിയന്ത്രിക്കുന്നില്ല, ഒന്നും നിയന്ത്രിക്കാൻ കഴിയുകയുമില്ല എന്നതാണ് നമ്മുടെ അസ്ലി. വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ സാക്ഷ്യം പുറത്തൊരു വാക്കുണ്ടായാൽ പോരാ. ആ റസൂൽ എന്ത് പഠിപ്പിച്ചോ അത് ഞാൻ ചെയ്യും. ആ റസൂൽ എന്ത് പഠിപ്പിച്ചില്ലേ എനിക്കത് വേണ്ട. ആ റസൂൽ അധ്യാപനം എന്താണോ ഞാനതാണ് ചെയ്യുക. അതാണ് നബിയോട് സ്നേഹം, അതാണ് പഠിപ്പിക്കപ്പെട്ടത്. ഇൻകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നുവെങ്കിൽ നീ തീർച്ചയായും ആ റസൂലിനെ അനുസരിക്കുമായിരുന്നു. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ, സ്നേഹിക്കുന്നവൻ താൻ ആരെയാണോ സ്നേഹിക്കുക അവരെ അനുസരിക്കുമല്ലോ. അപ്പൊ നബിയെ സ്നേഹിക്കുന്നു എന്ന് വാദിച്ചാൽ പോരാ, ആ സ്നേഹം ജീവിതത്തിൽ കാണണം. രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ജീവിതത്തിലെ എല്ലാ രംഗത്തും നബി തങ്ങളുടെ മാതൃക പിൻപറ്റാൻ നാം പരിശ്രമിക്കുക, അത് പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.